പോലീസിന്റെ കൃത്യവിലോപം ഉണ്ടായിരുന്നു. പോലീസിന്റെ കൃത്യവിലോപം രാവിലെ വരെ കൃത്യവിലോപം ഉണ്ടായിട്ടില്ല. രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവുമെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ശരി, അവിടെ പോലീസിനെതിരെ ആണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത്. അല്ല, ഇത് പൂരത്തിന്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിട്ടില്ല. എല്ലാ കൊല്ലം പൂരം നിങ്ങൾക്കൊക്കെ, നിങ്ങളിപ്പോൾ തൃശ്ശൂർ പത്രക്കാരെന്ന നിലയിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പിന്നെ പലപ്പോഴും കലക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം. പൂരം തടയാൻ പാടില്ല, പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത്? ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ച ആരാണ് മേളം നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ടാൻ തീരുമാനിച്ചത്? ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടാണോ? അതല്ല ഒരു വികാരപരമായി ഉണ്ടായൊരു കാര്യമാണോ? അതല്ല അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ പൂരം വിവാദം എത്രത്തോളം നെഗറ്റീവായിട്ട്? അല്ല, പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. കാരണം ആ രീതിയിലാണല്ലോ ഇപ്പോൾ നിങ്ങൾ പത്രമാധ്യമങ്ങളടക്കം പൂരത്തിൻ്റെ പിന്നിൽ, പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായല്ലോ. സത്യമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു? VS സുനിൽകുമാർ എന്ന പോലെ ഞാനിവിടുത്തെ MLA ആയിരുന്നു, മന്ത്രി ആയിരുന്ന സമയത്തും അതിന് മുമ്പും ഇപ്പോഴും തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നോ ഞാൻ? അല്ല, ഞാൻ എന്നും പൂരത്തോടൊപ്പം നിന്നിട്ടില്ല, നാളെയും പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അതിൻ്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അന്നത്തെ പൂരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകളുടെ ചർച്ച ഉണ്ടാകുന്നു. അതിൻ്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു. ആ പ്രചരണം പിന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അവരതിനു വേണ്ടി അതിൻ്റെ പിന്നിൽ ഞാൻ ചോദിക്കുന്നത് 2:45 മണി നേരത്ത് ഞാനവിടെ വരുന്ന 3:45 നേരത്തെ എത്തുന്നത്. 2:45 മണി നേരത്ത് പിന്നെ BJP സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു. RSS നേതാക്കന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല, അത് സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? അപ്പം അത് പുറത്തു വന്നാൽ മതിയാവും. RSS നേതാക്കളും ഈ പോലീസിലെ ഒരു വിഭാഗവും ചേർന്ന് കൂടാനാണ്. അല്ല, അതൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരാണ്. ഞാൻ എൻ്റെ നിഗമനം പറയാൻ ഇവിടെ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിൻ്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പോൾ എന്താ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ആരും ആവശ്യപ്പെടാത്ത എന്താ അതിൻ്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ സത്യസ്ഥിതി പുറത്തു വരട്ടെ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയുണ്ടോ അതിൽ തെറ്റുണ്ടോ എന്നൊക്കെ അപ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറയുന്നൊരു കാര്യം. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, ഏപ്രിൽ മാസം, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസം കഴിഞ്ഞു. ഇപ്പോൾ സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണെന്ന്. ഇതുവരെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ റിപ്പോർട്ട് പുറത്തു വിടാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചില ആരോപണങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തു വിടണം.